ഹായ് ഹലോ, നമുക്ക് ടെറസിൻ്റെ മേലെ എന്താണെന്ന് നോക്കിയാലോ. അതായത് ഞങ്ങളുടെ ചെറിയൊരു ഫ്രാഷൻ ഫ്രൂട്ട് കൃഷിയാണ്. ഇത് നട്ടിട്ട് കുറേ വർഷമായിട്ടോ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ താഴെ നമുക്ക് നല്ല തണുപ്പാണ്. റൂമിലൊക്കെ അധികം ചൂടൊന്നും താഴോട്ട് ഇറങ്ങാറില്ല കേട്ടോ. ഇതാണ് വയലറ്റ് ഫ്രാഷൻ ഫ്രൂട്ടാണേ. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചൗച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത് വരുന്നുണ്ട്, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നല്ല മധുരമാണ്. അങ്ങനെ നോക്കുമ്പോൾ ചൗച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരൂട്ടനും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിലൊരു പുഴു തട്ടി എന്നിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കിട്ടിയ പാഷൻ ഫ്രൂട്ടും ചൗച്ചിങ്ങയൊക്കെ ചറപറ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊന്നും ഞങ്ങൾ പറിച്ചില്ല, എന്നാലും അത്യാവശ്യം നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം പറിച്ചു കേട്ടോ. ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ചിങ്ങോട്ട് വെക്കുന്നുണ്ട്, ആരൂട്ടൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രാഷൻ ഫ്രൂട്ട് നട്ടിട്ട് കുറേ വർഷമായി. മേലോട്ട് ജസ്റ്റ് ഒന്ന് അച്ഛൻ കയറ്റിയതാണ്. അതുകൊണ്ട് തന്നെ റൂമിലൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ എറിഞ്ഞു കൊടുക്കുന്ന ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ അവനോട് പെറുക്കി വെക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് ചേച്ചിക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീടിൻ്റെ മേളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ താഴോട്ടുള്ള വ്യൂ ആണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ മുന്നിൽ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളുടെ അവിടെ നിന്നുള്ള കാഴ്ച. അങ്ങനെ നമുക്ക് ഇത്രയും ചൗച്ചിങ്ങയും പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നല്ല മധുരമാണ് കഴിക്കാൻ. ഇതുകൊണ്ട് ജ്യൂസൊക്കെ അടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അവൻ പാഷൻ ഫ്രൂട്ട് കഴിക്കുകയാണ്. കിട്ടിയത് അവിടെ നിന്ന് കഴിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.